നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വിശദമായി. മന്ത്രിസഭയിൽ സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നയാദിയെ യുവജനക്ഷേമ മന്ത്രിയായി നിയമിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ മകനും ധനമന്ത്രിയുമായ മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദിനെ ധനകാര്യ സാമ്പത്തിക ചുമതലയുള്ള ഉപപ്രധാനമന്ത്രിയായി നിയമിച്ചു. പ്രതിരോധകാര്യ സഹമന്ത്രിയായി മുഹമ്മദ് ബിൻ മുബാറക് ബദൽ അൽ മസ്റൂയി നിയമിതനായി. ഡോക്ടർ ആമിന ബിന്ത് അബ്ദുള്ളയാണ് പുതിയ പരിസ്ഥിതി മന്ത്രി. നിലവിലെ പരിസ്ഥിതി മന്ത്രി മരിയം ഹാരിബ് അൽ മുഹൈരിയെ പ്രസിഡന്റിന്റെ ഓഫീസിലെ വിദേശകാര്യ മേധാവിയായി നിയമിക്കും. ഖത്തറിൽ AFC ഏഷ്യൻ കപ്പ് കാണാനെത്തുന്ന സന്ദർശകരെ കാത്തിരിക്കുന്നത് വർണ്ണാഭമായ നിരവധി പരിപാടികൾ. ഖത്തറിലെ താമസക്കാരെയും സന്ദർശകരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ആവേശകരമായ പരിപാടികളാണ് ഖത്തർ ടൂറിസം ഒരുക്കിയിട്ടുള്ളത്. ഷോപ്പ് ഖത്തർ, അന്താരാഷ്ട്ര ഫുഡ് ഫെസ്റ്റിവൽ, ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ, ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ, പ്രമുഖർ പങ്കെടുക്കുന്ന സംഗീത പരിപാടികൾ, ഖത്തർ കൈറ്റ് ഫെസ്റ്റിവൽ, മാർച്ച് അവസാനം വരെ തുടരുന്ന ഇന്റർനാഷണൽ ഹോർട്ടിക്കൾച്ചറൽ ദോഹ എക്സ്പോ, ലോക അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി വിവിധ പരിപാടികൾ ഇക്കാലയളവിൽ ദോഹയിൽ നടക്കും. ഖത്തറിലെ ഏറ്റവും വലിയ വാണിജ്യമേളകളിലൊന്നായ ഷോപ്പ് ഖത്തർ ജനുവരി 1 ആരംഭിച്ച് ജനുവരി 27 വരെ തുടരും. യുവർ ഷോപ്പിംഗ് പ്ലേഗ്രൗണ്ട് എന്ന പ്രമേയത്തിൽ രാജ്യത്തെ പ്രധാന മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലുമാണ് ഷോപ്പ് ഖത്തർ നടക്കുക. ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ 200-ലധികം ഭക്ഷണ പാനീയ കിയോസ്കുകളാണ് സന്ദർശകർക്കായി ഒരുക്കുന്നത്. അൽബിദ പാർക്കിൽ നടക്കുന്ന എക്സ്പോ വേദിയിലെ ഫാമിലി സോണിലാണ് ജനുവരി 10 മുതൽ 20 വരെ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുക. ഖത്തർ മൊറോക്കൻ സാംസ്കാരിക വർഷത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും ഫെസ്റ്റിവലിൽ അരങ്ങേറും. ജനുവരി 5 മുതൽ 11 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് ജ്വല്ലറി ആൻഡ് വാച്ചസ് പ്രദർശനത്തിന് വേദിയാവുക. വിലയേറിയ രത്നങ്ങളും കല്ലുകളും പതിച്ച ആഭരണങ്ങൾ, ഏറ്റവും പുതിയതും അത്യാഡംബര ശ്രേണിയിലുള്ളതുമായ വാച്ചുകൾ എന്നിവ പ്രദർശനത്തിനുണ്ടാകും. സംഗീത ആസ്വാദകർക്കായി 3 സ്ഥലങ്ങളിലായാണ് വ്യത്യസ്ത സംഗീത പരിപാടികൾ നടക്കുക. ലുസൈൽ ബോളിവുഡിലും ലുസൈൽ പ്ലാസയിലും ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെയാണ് ഹലോ ഏഷ്യ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ത്യ, ഖത്തർ, ചൈന, ദക്ഷിണ കൊറിയ, ലബനൻ തുടങ്ങി 24 രാജ്യങ്ങളുടെ സോണുകൾ ഹലോ ഏഷ്യയിലെത്തുന്നവർക്ക് ആസ്വദിക്കാനാവും. ഫെബ്രുവരി 2 മുതൽ 18 വരെ ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിനും ഖത്തർ വേദിയാകും. 190-ലധികം രാജ്യങ്ങളിൽ നിന്നായി 2600-ഓളം അത്ലറ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആസ്പെയർ ഡോം, ഹമദ് അക്വാട്ടിക് സെന്റർ, ദോഹ ഓൾഡ് പോർട്ട് എന്നീ 3 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ജനുവരി 12-നാണ് 18ാമത് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ദോഹയിൽ തിരിതെളിയുന്നത്. അൻവർ പാലേരി, 24 ദോഹ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു. ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന നറുക്കെടുപ്പിൽ നിരവധി ആളുകളാണ് സമ്മാനാർഹരാകുന്നത്. നറുക്കെടുപ്പ് ഈ മാസം 14 വരെ നടക്കും. ഈ വർഷത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനനുബന്ധിച്ചുള്ള നറുക്കെടുപ്പിന് ഡിസംബർ 9-നാണ് തുടക്കമായത്. ഒരു നിസാൻ പെട്രോൾ കാർ ഉൾപ്പെടെയാണ് സമ്മാനമായി ലഭിക്കുക. 100 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ഇനോക്, എക്പോ പെട്രോൾ പമ്പുകളിൽ നിന്നും നഗരത്തിലുടനീളമുള്ള നിസാൻ റാഫിലിന്റെ കിയോസ്കുകളിൽ നിന്നും ദുബായിലെ വിവിധ മോളുകളിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ഓൺലൈനായി ideals.com വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷനിൽ നിന്നും ടിക്കറ്റ് ലഭിക്കും. കഴിഞ്ഞ ദിവസം നടന്ന മെഗാ റാഫിൽ നറുക്കെടുപ്പിൽ നിസാൻ പെട്രോൾ കാർ UAE പൗരനാണ് സ്വന്തമാക്കിയത്. More happy because I won Nissan Patrol 2024. This good chance for me with the new year. Alhamdulillah. ഈ വർഷം മികച്ച പ്രതികരണമാണ് നറുക്കെടുപ്പിന് ലഭിക്കുന്നതെന്ന് റാഫിൽസ് ആൻഡ് റീറ്റെയിൽ പ്രൊമോഷൻ ഡയറക്ടർ അബ്ദുള്ള HL അമീരി പറഞ്ഞു. We have very excited promotion this year, whereas Nissan Patrol between Abdul Wahid Al-Somani and DFRE Dubai Festival and Event Establishment this year. Very excited. Why? Because we reduced the price from 200 to 100 dirham and the price remained the same, which is Nissan Patrol. 5 ലക്ഷം ദിർഹമാണ് ഗ്രാൻഡ് റാഫിലിന്റെ സമ്മാനത്തുക. മെഗാ റാഫിൽ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവർക്കും ഗ്രാൻഡ് റാഫിലും പങ്കാളികളാകാൻ സാധിക്കും. നറുക്കെടുപ്പ് ഈ മാസം 14 വരെ നടക്കും. 24 ദുബായ്. ജിദ്ദയിൽ ആദ്യത്തെ അംഗീകൃത ഇന്ത്യൻ കലാകേന്ദ്രമായ ഗുഡ് ഹോപ്പ് ആർട്സ് അക്കാദമി പ്രവർത്തനം തുടങ്ങി. ഇന്ത്യൻ കൗൺസിലേറ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ദമാമിലെ നാട്ടരങ്ങ് കലാകാരന്മാർ ചെണ്ടമേളവും നാടൻ പാട്ടുകളും അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സംവിധായകൻ നാദിർ ഷാ ജിദ്ദയിലെ ആദ്യത്തെ അംഗീകൃത കലാകേന്ദ്രമായ ഗുഡ് ഹോപ്പ് ആർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
അക്കാദമിയിൽ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് നാട്ടിൽ തുടർ പഠനം സാധ്യമാകും വിധം അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട, നൃത്താധ്യാപിക പുഷ്പ സുരേഷ് എന്നിവർ അറിയിച്ചു. നാദിർഷ, നർത്തകി പാരീസ് ലക്ഷ്മി, ജയരാജ് വാര്യർ, നടി ഇനിയ, മിമിക്രി താരം നിസാം കോഴിക്കോട്, ഗായകരായ സിയാവുൽ ഹക്ക്, ദാന റാസിഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുകയും വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. മുരുകൻ കാട്ടാക്കടയുടെ കവിതയുടെ ദൃശ്യാവിഷ്കാരവും അക്കാദമിയിലെ നൃത്താധ്യാപകർ ചിട്ടപ്പെടുത്തിയ വിവിധയിനം നൃത്തങ്ങളും ആയോധന കലകളും അരങ്ങേറി. ഗുഡ് ഹോപ്പ് മാനേജിംഗ് ഡയറക്ടർ ജുനേസ് ബാബു പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ. ICF കുവൈറ്റ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി ദേശീയ തലത്തിൽ മാസ്റ്റർ മൈൻഡ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സീനിയർ വിഭാഗത്തിൽ മുഹമ്മദ് ഷാഫിയും മറിയം സർജീസും, ജൂനിയർ വിഭാഗത്തിൽ മുഹമ്മദ് ഹാദിയും ഖദീജ അഷ്റഫും ഒന്നാം സ്ഥാനം നേടി. മുഹമ്മദ് സലീദ്, നദ്വ ഫാത്തിമ എന്നിവർ സീനിയർ വിഭാഗത്തിലും ഗസാൻ ഷംസ്, സുൽഫ റാസി എന്നിവർ ജൂനിയർ വിഭാഗത്തിലും രണ്ടാം സ്ഥാനം നേടി. തിരുനബിയുടെ സ്നേഹലോകം എന്ന പ്രമേയത്തിൽ നടന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് മാസ്റ്റർ മൈൻഡ് മത്സരം സംഘടിപ്പിച്ചത്. ആകാശത്ത് വെച്ച് വിമാനത്തിന്റെ വാതിൽ തുറന്ന് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. അലാസ്ക എയർലൈൻസിന്റെ ബോയിംഗ് 737-9 മാക്സ് വിമാനമാണ് തിരിച്ചിറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്നത് 171 യാത്രക്കാർ. ആർക്കും പരുക്കില്ല. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരുക്കേൽപ്പിച്ച പാൽരാജ് പിടിയിൽ. കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃസഹോദരനാണ് പ്രതി. പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ചാണ് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും കാലിനും കുത്തേറ്റ ഇരുവരെയും നാട്ടുകാരാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഈ പാക്കറ്റ് ഇന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പീരുമേട് നിന്ന് പോലീസ് പിടികൂടി. ഇയാൾ CPIMന്റെ പാർട്ടി ഓഫീസിൽ കയറിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. കുത്തേറ്റ് കഴിഞ്ഞ നേരെ ആള് ഓടിപ്പോയി നേരെ CPIMന്റെ ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ ഇത് എഴുതാൻ പോയേക്കുന്നത്. കുട്ടിയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം ഫലം കണ്ടു. SP ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാമെന്നും സമ്പൂർണമായ സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ഉറപ്പ് MP എന്നുള്ള നിലയിൽ എന്നെ വിളിച്ച് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലുള്ള പിതാവിന്റെയും മുത്തച്ഛന്റെയും ആരോഗ്യനില തൃപ്തികരമാണ്. നാളെ വൈകിട്ട് മകളെ മാപ്പെന്ന പേരിൽ വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് സ്ത്രീജാല സംഘടിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 ഇടുക്കി. ഇന്ത്യയുടെ സൗരദൌത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. 4 മാസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ ആദിത്യയുടെ വിജയം പങ്കുവച്ചത്. സൗരദൌത്യം സങ്കീർണമായിരുന്നുവെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S സ്വാമിനാഥ് പറഞ്ഞു. 4, 3, 2, 1, 0. Lift off normal. P1 tracking. PC tracking. സൂര്യനെക്കുറിച്ച് അറിയാനുള്ള ശാസ്ത്രലോകത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെ ഹാലോ ഓർബിറ്റിൽ ആദിത്യ എത്തി. സൂര്യനെക്കുറിച്ചും ലഗ്രാഞ്ച് പോയിന്റിനെക്കുറിച്ചുള്ള കൗതുകങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആദിത്യ കണ്ടെത്തും. പേടകത്തിലുള്ള 7-ൽ 4 പേലോഡുകളും സൂര്യനെക്കുറിച്ച് നേരിട്ട് പഠിക്കും. ബാക്കിയുള്ള 3 ലഗ്രാഞ്ച് പോയിന്റിനെക്കുറിച്ചാണ് പഠനം നടത്തുക.
ആദിത്യ L1 ദൗത്യം ഏറെ സങ്കീർണമായിരുന്നുവെന്നും എന്നാൽ അതിനെ വെല്ലുവിളിയെന്ന് പറയുന്നില്ലെന്നും ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് പ്രതികരിച്ചു. Ultimately, what we achieved today is exact placement based on our measurement and very correct prediction of the velocity requirement. The computer decided to cut off at the accelerometer based cutoff has happened. So right now it is in our calculation it is in the right place. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. പിന്നീട് 4 തവണകളിൽ ഭ്രമണപഥമുയർത്തി 5ാം ഘട്ടത്തിൽ ഭൂമിയുടെ പാതവിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യന്റെ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോണയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ലഗ്രാഞ്ച് 1 പോയിന്റിൽ നിന്ന് തടസ്സങ്ങളില്ലാതെ ആദിത്യയ്ക്ക് സൂര്യനെ പഠിക്കാനാകും. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ഉള്ളത്. 24 ചെന്നൈ. പശ്ചിമബംഗാൾ റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് ഇഡിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഭരണഘടനാപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഗവർണർ CV ആനന്ദബോസ് പ്രതികരിച്ചു. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തെയാണ് നാട്ടുകാർ മർദ്ദിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കി. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പരിശോധനയ്ക്കായി EDക്കൊപ്പം കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സർക്കാർ അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദബോസ് പ്രതികരിച്ചു. The ghastly incident reported from Sandeshkhadi in North 24 Parganas district is alarming, is deplorable, to say the least. It is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിൽ പശ്ചിമ ബംഗാൾ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് കോൺഗ്രസും BJPയും. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രപതി ഭരണം വേണമെന്ന ബംഗാൾ PCCയുടെ ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളി. ED ഉദ്യോഗസ്ഥർ തെരുവിൽ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് BJPയും കോൺഗ്രസും. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. लेकिन BJP पार्टी वो भी चुप्पी साधे हैं, कुछ करने की उनका भी हिम्मत नहीं है, क्योंकि वो जानते हैं कि यहाँ आम लोगों के सामने भाषण देना आसान होते हैं, लेकिन मोदी जी को समझाना मुश्किल है, क्योंकि दीदी और मोदी जी के बाद भी अंदर की बात क्या होते हैं ना आम लोगों की पता चलते, ना हमें ना आपको पता चलते. രാഷ്ട്രപതി ഭരണം കോൺഗ്രസിന്റെ ദേശീയ നയമല്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി തള്ളി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തൃണമൂലിനെതിരായ നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം മയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ആശങ്ക രേഖപ്പെടുത്തിയ BJP കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 24 ഡൽഹി. സഭയെ കുലുക്കിയ ശബ്ദ സന്ദേശം അയച്ച ഫാദർ മാത്യൂസ് വാഴക്കുന്നതിനോട് വിശദീകരണം ചോദിച്ച ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. പരസ്യ പ്രതികരണം പാടില്ലെന്ന കൽപ്പന വന്നിട്ടും വീണ്ടും പ്രകോപനപരമായ ശബ്ദ സന്ദേശം അയച്ചതിലാണ് വിശദീകരണം തേടിയത്. അതേസമയം BJPയിൽ ചേർന്ന നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ഇന്നും വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. ഓർത്തഡോക്സ് സഭയെ കുരുക്കിലാക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ പേരിലാണ് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനോട് സഭാധ്യക്ഷൻ വിശദീകരണം തേടിയത്. നിലയ്ക്കൽ ഭദ്രാസനാധിപൻ
ജോഷുവ മാർ നിക്കോദിമോസിനെ അവഹേളിച്ചതിൽ കോട്ടയത്തെ സഭാ ആസ്ഥാനത്ത് നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. പ്രതികരണത്തിൽ മാത്യൂസ് വാഴക്കുന്നത്ത് സഭാ അധ്യക്ഷനോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ വൈദികർ പാലിക്കേണ്ട മര്യാദകൾ സംബന്ധിച്ച കൽപ്പന വന്ന ശേഷമുള്ള മോശം പരാമർശത്തിൽ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അതിനിടെ BJPയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്തേക്ക് വിശ്വാസി കൂട്ടായ്മയുടെ പ്രതിഷേധം. ഒട്ടേറെ പരാതികളിൽ ആരോപണ വിധേയനായ ഷൈജു കുര്യനെ പുറത്താക്കണമെന്നാണ് ആവശ്യം. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലയ്ക്കൽ ബിഷപ്പ് ജോഷുവ മാർ നിക്കോദിമോസിനെ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ നിന്ന് നീക്കണമെന്നും വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെടുന്നു. ഫാദർ ഷൈജു കുര്യനെതിരെ നിരവധി പരാതികളുണ്ട്. സഭാധ്യക്ഷൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അത് പരിശോധിച്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ പുറത്താക്കൂ എന്നാണ് നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ നിലപാട്. 24 പത്തനംതിട്ട. തമിഴ്നാട് നീലഗിരിയിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. ജാർഖണ്ഡ് സ്വദേശികളായ ശിവശങ്കർ ദേവി ദമ്പതികളുടെ മകൾ നാൻസിയാണ് കൊല്ലപ്പെട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പുലിയെ മയക്കുപിടി വെച്ച് പിടികൂടാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. ഇന്ന് വൈകിട്ട് ഗൂഡല്ലൂർ പന്തല്ലൂരിലെ തൊണ്ടിയാളം പ്രദേശത്താണ് സംഭവം. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ തേയിലത്തോട്ടത്തിൽ കണ്ടെത്തി. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുലിയുടെ ശല്യമുണ്ട്. 10 ദിവസത്തിനിടെ 6 പേരെയാണ് പുലി ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഗോത്രവിഭാഗത്തിൽപ്പെട്ട സരിത കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. 2 ദിവസം മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെയും പുലി ആക്രമിച്ചു. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേഖലയിൽ പുലിയുടെ ആക്രമണം വ്യാപകമായതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി. തുടർന്ന് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് ഉത്തരവിറക്കി. ഡ്രോണുകൾ ഉപയോഗിച്ച് പുലിയെ തിരയുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് 3 വയസ്സുകാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 24 ചെന്നൈ. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരി മരിച്ചതിൽ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ ഇന്ന് ഹർത്താൽ. വ്യാപാരികളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. നാടുകാണി, പന്തല്ലൂർ എന്നിവിടങ്ങളിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. പുലിക്കായി തമിഴ്നാട് വനം വകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കി. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഏറെ നാളുകളായി ഇവിടെ പുലിയുടെ ശല്യം രൂക്ഷമാണ് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അത്തരത്തിലെ പുലിയെ പിടികൂടുന്നതിൽ വനം വകുപ്പിന് വീഴ്ചയുണ്ട് എന്ന് ആരോപിച്ചാണോ ഇപ്പോൾ ഈ നാട്ടുകാർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്? ഏത് തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം? ഈ ഗൂഡല്ലൂർ പന്തല്ലൂർ മേഖലയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളായി റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ വാഹനങ്ങളൊക്കെ തന്നെ പതിയെ നാട്ടുകാർ കടത്തിവിടുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഹർത്താലുമായി ബന്ധപ്പെട്ട് വാഹനം തടയുമെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാടുകാണി, വയനാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും തടയുമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം. ഈ ആദ്യം ഈ വ്യാപാരി വ്യവസായികളാണ് ഇത്തരത്തിൽ. ഹർത്താൽ എത്ര സമയമാണ് സമീർ? സമീർ കേൾക്കാമോ? ഹർത്താൽ എത്ര സമയമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പറയുന്നത് ഈ പുലിയെ പിടികൂടും വരെ പ്രതിഷേധം തുടരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹർത്താലും അത്തരത്തിൽ രാവിലെ ആരംഭിച്ച് പുലിയെ പിടികൂടും വരെ തുടരുമെന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് നാട്ടുകാർ നിലവിൽ നടത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്ന് രാത്രി മുഴുവൻ സമരം തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചിരുന്നെങ്കിൽ നിലവിൽ ഈ റോഡ് ഉപരോധമെല്ലാം തന്നെ നാട്ടുകാർ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാലും രാവിലെയോട് കൂടിയായിരിക്കും ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രതിഷേധങ്ങൾ ആരംഭിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് വൈകുന്നേരമാണ് ഒരു കുട്ടിയെ ഇത്തരത്തിൽ ഈ പുലി ആക്രമിക്കുകയും പിന്നീട് കുട്ടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് മേഖലയിൽ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയെങ്കിലും പോലീസിനെ ഇവരെ നീക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വനം വകുപ്പ് ഊർജിതമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് 7 കൂടുകളാണ് പുലിക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നത്. നിലവിൽ അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും അല്ലെങ്കിൽ തിരച്ചിലും നടക്കുന്നുണ്ട്. ഒപ്പം ഈ വനം വകുപ്പ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു വ്യാപകമായ തിരച്ചിലാണ് ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി സമീർ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ED സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യ സമൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്നും രാഷ്ട്രീയ നീക്കമെന്നും തോമസ് ഐസക് 24-നോട് പ്രതികരിച്ചു.
കിഫ്ബി മസാല ബോണ്ട് കേസിൽ വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള സമൻസ് അയക്കരുതെന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1.5 വർഷം മുൻപ് നൽകിയ സമൻസ് ഇഡി പിൻവലിച്ചു. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് പുതിയ സമൻസ്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണ സംഘം പുതിയ സമൻസ് നൽകിയത്. ഇഡി സമൻസ് ലഭിച്ചുവെന്നും 1.5 വർഷമെടുത്ത് അന്വേഷണ വിഷയം തീരുമാനിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ ടി.എം. തോമസ് ഐസക് പ്രതികരിച്ചു. ലഭിച്ചു. ഇത് നോക്കുമ്പോ മെയിലി വന്നിട്ടുണ്ട്. അതിന്റെ സൗകര്യം നോക്കിയിട്ട് പങ്കെടുക്കും. നമുക്ക് ഭയങ്കര തിരക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് 21-ാം തീയതി വരെ അതിന്റെ തിരക്കുകൾ നടക്കുക. പിന്നെ വക്കീലന്മാരുടെ ആലോചിക്കണല്ലോ എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി തോമസ് എന്നിവർക്ക് പിന്നീട് സമൻസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മസാല ബോണ്ട് വഴിയാണ് കിഫ്ബി വിദേശത്ത് നിന്നും 2500 കോടി രൂപ സമാഹരിച്ചത്. ഇതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്നും അതിന് തെളിവുകളുണ്ടെന്നുമാണ് ഇഡിയുടെ ആരോപണം. തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ഇഡി. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോഴും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ. ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് CPIM നേതാവ് MM മണി രംഗത്ത് വന്നു. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി MM മണി MLA. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന 4-ാം തരത്തിലെ 5-ാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം. പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ, സുബ്രഹ്മണ്യം, പത്തനംതിട്ട സ്വദേശി ഹാരിസ്, ബന്ധു നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണിയുടെ സ്വർണ്ണമാല വിറ്റതിനാണ് നിയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമ്പത്തികം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം നടന്ന 8 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. ഒടുവിൽ പിടിയിലായ മുരുകൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ് പറയുന്നു. കുലശേഖരപതി സ്വദേശി ഹാരിബാണ് മറ്റൊരു പ്രതി. മൂവരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണി ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടെടുത്തു. നഷ്ടപ്പെട്ട പണം എത്രയെന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കില്ല. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കണ്ടെത്തി. മറ്റൊരു കേസിൽ പിടിയിലായി ജയിലിൽ കഴിയവെയാണ് ഹാരിബ് സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. ജോർജ് ഉണ്ണുണ്ണി എന്ന 70-കാരനെ കൊലപ്പെടുത്തിയ ശേഷം കടയിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കൊണ്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം 30-ന് ഉച്ചതിരിഞ്ഞായിരുന്നു കൊലപാതകം. CCTV ദൃശ്യങ്ങൾ ഇല്ലാതായതോടെ പോലീസ് സ്വകാര്യ ബസ്സിലെ ക്യാമറകൾ തേടുകയായിരുന്നു. 24 പത്തനംതിട്ട. പത്തനംതിട്ട കൂടലിൽ അയ്യപ്പ ഭക്തരുടെ കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മതിലിലിടിച്ച കാർ തലകീഴായി മറിഞ്ഞു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. വാർത്തകളിലേക്ക്. CPIM-നെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ. കായംകുളത്ത് 2001-ൽ താൻ തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് G. സുധാകരൻ തുറന്നടിച്ചു. മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കഠാര ഒളിപ്പിച്ച് കുത്തുകയും ചെയ്യുന്നതാണ് ചിലരുടെ ശൈലി. ഇടതുപക്ഷം എന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും G. സുധാകരൻ പറഞ്ഞു. സർക്കാരും CPIM-ഉം കടുത്ത വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് വീണ്ടും പരസ്യ പ്രതികരണവുമായി G. സുധാകരൻ രംഗത്തെത്തുന്നത്.
കായംകുളത്ത് 2001 തെരഞ്ഞെടുപ്പിൽ എം ഹസനുമായുള്ള മത്സരം തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും ജി സുധാകരന്റെ പരിഹാസം. എല്ലാവരും വാരുന്നല്ല, അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന കുറച്ചാളിവിടെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചല്ലേ. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു. മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിനിടയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ച് കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ജി സുധാകരൻ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കടാര ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കുത്തുക. ഇതൊന്നും ശരിയല്ല. കായംകുളത്ത് സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണ പ്രസംഗത്തിനിടെയാണ് ജി സുധാകരന്റെ വെളിപ്പെടുത്തലും വിമർശനവും. പ്രായപരിധി കടന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 24 ആലപ്പുഴ. കോൺഗ്രസിൽ കൂടിയാലോചനയില്ലെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന് കെ മുരളീധരനെ പിന്തുണച്ച രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. എന്നാൽ പാർട്ടിയിലും UDF-ലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഇതിനിടെ തൃക്കാക്കരയിലെ പ്രവർത്തനങ്ങളിൽ അവഗണനയെന്നാരോപിച്ച് എറണാകുളം DCC നേതൃത്വത്തിനെതിരെ ഉമാ തോമസ് MLA KPCCക്ക് പരാതി നൽകി. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലാണ് കെ മുരളീധരൻ MP പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. കോൺഗ്രസിനകത്ത് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും. പാർട്ടിയിൽ ചർച്ച വേണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് രമേശ് ചെന്നിത്തല. അല്ല, പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കെ മുരളീധരന്റേത് പോസിറ്റീവ് വിമർശനമാണെന്നും ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണെന്നും തിരുവഞ്ചൂരും പ്രതികരിച്ചു. അതൊരു പോസിറ്റീവ് വിമർശനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടിയാലോചന വേണം എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയിലെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സാധാരണ നടക്കുന്നതുമാണ്. ഞാൻ അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മുതിർന്ന നേതാക്കളെ തള്ളുകയാണ് VD സതീശൻ. അല്ലാതെ ഈ KPCC പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് KPCC യോഗം നടക്കാതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് 2 പ്രാവശ്യം നടത്തിയത്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. എറണാകുളം DCC നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഉമാ തോമസ് MLA പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലുൾപ്പെടെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് കണ്ടറിയാം. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.